ഹായ് ഫ്രണ്ട്സ്, അപ്പാപ്പയാണ്. അപ്പോൾ നമ്മളെ മീൻ വിൽക്കാനായിട്ട് പോകും. അപ്പം നമ്മളെ കുറേ മുഷിയാണ്. നടക്കാൻ പോലും വേണം. ഇവിടെ അപ്പാപ്പ വെള്ളമല്ല സിലോപ്പിയെ വള്ളത്തിലുണ്ട് അവിടെ. വാ 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 വാ, ഇങ്ങനെ ആൾക്കാർ നമ്മളെ മീനിപ്പോൾ ഇട്ടിട്ടുണ്ടേ. ഇപ്പം എത്ര മണിയായെന്ന് കൃത്യം അറിയാൻ മേല, എന്നാലും മീനെല്ലാം പോയി അടിപൊളിയായിട്ട് സിലോപ്പി 200 രൂപ. വാ 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 അണ്ണാ, 1 കിലോ സിലോപ്പി ചന്ദ്രൻ ചേട്ടന് കൊടുക്കണ്ണ. അതെ അണ്ണ, ആ വലുതെടുത്ത് അതിലേക്ക് കൊടുക്ക്. ആ വലുതെടുത്ത് നോക്കണം. ആ വലുത് തന്നെ കൊടുക്കും. അത് ആ ചെമ്പല് വണ്ടി അടിയിൽ പോകാനുള്ള പോക്കാണ്. എന്നാ സിലോപ്പിയാണ്. ആ ചായ ചായ ഊരില്ല. പള്ളത്തി മുഷി സിലോപ്പി വരാല്. അണ്ണാ വരാല് വെക്കാനാണ്. വരാല് എന്ത് 2 എണ്ണം കാണുള്ളൂ. ഒരെണ്ണം തേ കിടക്കുന്നു. എന്ത് വരുന്നത് കാരി കഴിഞ്ഞിട്ടില്ല. മൂപ്പൻ്റെ കൂടെ മൂപ്പനാ ആള്. പിന്നെ ആ പുറപ്പാടം. എന്താണ് ധാരാളില്ല, അത് ഒരെണ്ണേ ഉള്ളൂ. ആ ഞാൻ പക്ഷേ എന്നാ 500 രൂപ വളർത്തുന്ന അല്ല. നിങ്ങൾ ആദ്യം അത് പറഞ്ഞില്ല. നമ്പർ പറയണോ?
തള്ളി വയ്യ. ആവായോ 450. 550. നമ്മുടെ സഹോദരങ്ങളാ കേട്ടോ അവന്മാര് 550 അവന്മാര് നമ്മളെ സഹോദരങ്ങളാ കേട്ടോ അവന്മാര് 550 അവന്മാര് നമ്മളെ ആറ്റുവാളെ ആറ്റുവാള അതൊന്നര കിലോ വേണം. പാലി ഇറക്കുന്നു വാള ഒന്നര കിലോ മേലും നാടൻ വളം 500 പോയേട്ടെ. നമ്മള് പറഞ്ഞ ആള് വന്നു കേട്ടാ. ഉത്തരവിൽ ചക്കര വന്നു നമ്മളെ മുട്ടി കൊണ്ടുപോകാനായിട്ട് വന്നു. നമ്മൾ വിളിച്ചായിരുന്നു വരെ വെച്ച് കഴിഞ്ഞു. അപ്പം പുള്ളി എന്നൊക്കെ ഒരു 2 ആഴ്ചക്ക് മുന്നേ വിളിച്ച് പറഞ്ഞായിരുന്നു. അപ്പം ഇന്നാൾ നമ്മൾ അവിടെ പാടത്തു നിന്ന് വിളിച്ചപ്പം തന്നൊരു 10-15 കിലോ കൊണ്ടുപോയതാണ് മുട്ടി. അപ്പം ഇന്നിപ്പം എന്ത് വന്ന് ഇപ്പം വണ്ടി ചവിട്ടാൻ പാടാ. ഈ മഴ കാരണം വിട്ടങ്ങ് പോകും. മഴ കാരണം തൂക്കിയെടുക്കാൻ വേണ്ടി കെട്ടിയിട്ടേക്കുമല്ലേ. തൂക്കിയെടുക്കാൻ വേണ്ടി കെട്ടിയിട്ടേക്കുവാ സാധനം. അത് ശരി. അന്നേരം എങ്കിൽ ശരി എങ്കിൽ ശരി. എങ്കിൽ ശരി.
എടുത്തതാ. നല്ല അടിപ്പം മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ചക്കര പിന്നെ കൂടെയൊക്കെ പിടിച്ചിരിക്കുന്നതുകൊണ്ട് ചക്കരയ്ക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ല. നമുക്കിത് ഇനി നമ്മുടെ മീനെല്ലാം ഇങ്ങനെ കിടക്കും കേട്ടോ. നല്ല മഴയുണ്ട്. മഴ കാരണം ആൾക്കാർ വണ്ടി നിർത്താനായിട്ട് ബുദ്ധിമുട്ട് വരും. വണ്ടി നിർത്തി മീൻ മേടിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. അതുകൂടാതെ നമ്മുടെ സഹോദരങ്ങളില്ല അത്രയൊന്നും മീൻ നിൽക്കുന്നില്ല. കിട്ടാനില്ല. വായോ വായോ വായോ. അഞ്ചെണ്ണേ ഉള്ളൂ. കൈ കഴത്ത് കേട്ടാ. വന്ന് നോക്കി നിന്നിട്ട് ഒരു കാര്യമില്ല. മീൻ മേടിക്കണം. അവര് വന്നു കേട്ടാ. 150 വന്ന് വായോ വായോ വായോ. ഒന്നും അനങ്ങാതെ അവൻ കുഴഞ്ഞു. പൊക്ക വെള്ളത്തിലിടാ. അത് മഴ പോയേ. അപ്പൊ 6 നടത്തുന്നുണ്ട്. 150.
വാ 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 150 വായോ. ഞാൻ അപ്പുറം നിന്ന് കച്ചവടം ഓടിച്ചാലും അപ്പുറം സൈഡിൽ ഇരിക്കട്ടെണ്ണ ഒരു പാള. ഒരെണ്ണമായിട്ട് അപ്പാപ്പി അപ്പുറത്ത് നിന്നില്ല, ഒരെണ്ണമായിട്ട് ഇപ്പുറത്ത് നിന്നില്ല. ഹലോ ആ നമുക്കോ മേടിക്കാനാ? എപ്പോഴും ഓടിയിട്ട് കാര്യമില്ല. പോയിട്ട് വരണ്ടോ? രണ്ട് കാര്യം മാത്രമല്ലേ? എവിടെ പോയി പോയാ ഉള്ളതല്ല, അറിഞ്ഞില്ല. അവിടെ പോയി തപ്പേണ്ട അവസ്ഥ ആണല്ലോ ഇപ്പൊ. വണ്ടി ചേട്ടാ ഇതിനല്ല കട്ടിയും പ്രാവശ്യം ഇങ്ങനെ ഓടിയൊക്കെ ചോദിച്ചാൽ ഉണ്ടാകുന്നത് തൂക്കി തരും ഇപ്പൊ പറഞ്ഞില്ലേ? ഒന്നര നാളത്തോളം ആ ഉണ്ട് രണ്ട് ഉണ്ടായിരുന്നു അതുകൊള്ളു കണ്ടായിരുന്നോ? എന്തോ നൂറ് ഗ്രാം എണ്ണ കുറയ്ക്കാൻ ഒരു കിലോക്ക് തരാം, 300 തന്നാൽ മതി. കാര്യമില്ല.
പൈസ മേടിച്ചേ ചെമ്പല്ലൂടെ കിട്ടിയത്. ഓക്കെ, നമ്പർ എത്ര? 81 56 56 807 73 ഇവരോട് കയറുക. 81 56 80. ചേട്ടാ ചെമ്പല്ലിയില്ല ആ കാര്യം പറയാനിങ്ങനെ കൊടുക്കാൻ വെച്ചിരിക്കുക കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ നമുക്കിത് ഈ ചൂടിയും ഇല്ല കുറുവ കിലോക്കി മുട്ടി നമ്മളെ പള്ളത്തി വാ ഇങ്ങ വന്നേ. 150 കിലോ 2 കിലോ 2 കിലോ. നമ്മളെ കുറച്ച് മീൻ ഇനിയിപ്പം അവിടെ കിടപ്പുണ്ട്. നമ്മളെ വള്ളത്തെ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ അത് എടുക്കാനായിട്ട് ഇപ്പം നമ്മുടെ മൂപ്പൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പം പുള്ളി അതുകൊണ്ട് അപ്പം നമുക്ക് ചെറുത് ഇപ്പം ഇല്ല. നമുക്ക് ഇത്രേ ഉള്ളു. ഇത്രോളം നേരത്തെ കാണിച്ചപ്പോഴും ഇത്ര മീൻ തന്നെയായിരുന്നു. ഒന്നും വിറ്റ് പോയിട്ടില്ല. ഒരു മുഷി പോയെന്ന്. അതെ ഒരു മുഷി അതെല്ലാം കൂടെ കൊണ്ടത്. തിരുവനന്തപുരം എല്ലാം കൂടെ. ഈ ചെറുതങ്ങ് നോക്കി മാറ്റിയല്ല ചക്കരയ്ക്ക്. നമ്മുടെ ഇപ്പൊ ചക്കരയ്ക്ക് വേണ്ടി ഇപ്പം ചെറുക്കാണെന്ന് അപ്പൊ അവിടെ കഴിക്കുന്ന മൊത്തം മേടിച്ചിട്ട് പോകാനാ. അല്ലേ ചക്കരയ്ക്ക് വേണ്ടി ഇപ്പൊ എടുക്കുന്നത് കേട്ടോ. അണ്ണാ എന്നെ വേണ്ട വേണ്ട കിട്ടി. ആ വെള്ളം കൂടെ തൂക്കിയേക്കണം. തൂളി ചെമ്പല്ലിയില്ല ചെമ്പല്ലിയില്ല. വേണ്ട വേണ്ട കുറുവ വേണമെങ്കിൽ ഇടുന്ന ആ കുറുവ മൊത്തം ഇട്ടു ആ കുറുവ മൊത്തം ഇട്ടു. ചക്കര മേടിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് അവസാനം ചക്കര മൊത്തത്തിൽ മേടിച്ചോണ്ട് പോകണ്ടേ. അതെ അതെ അതെ. ഓ അതല്ലേ 10 കിലോ കാണുന്ന ചെറിയ വന്നപ്പോ 2-3 കിലോ കുഴപ്പമുണ്ടായിരുന്നു. വള്ളത്തെ കിടപ്പണെന്ന് പറഞ്ഞു. ഞാൻ വള്ളത്തെ കാണുമായിരിക്കും. അതല്ല ഇയാളെ ഓച്ചിറന്ന് ഞങ്ങൾ ഇറക്കിയിരിക്കുന്നു. എടുക്കാൻ പോയപ്പോ പറയണേ 2-3 കിലോ കാണുമായിരിക്കും വള്ളത്തിൽ. ആദ്യം പറയണ്ടേ.
ചൂട് ചായ ചൂട് ചായ ആണെങ്കിൽ തരാം 2 കിലോ 2 കിലോ തെറ്റല്ലേ എടുത്തോളാം ഓച്ചറന്ന് ഓടി വരുവാ നമ്മളെ മീൻ മേടിക്കാ ഓച്ചറന്ന് വരുവാ മീൻ മേടിക്കാൻ നമ്മുടെ ബാക്കി മീനൊക്കെ ഓച്ചറ അങ്ങ് തൂത്തുമാരി കേട്ടോ. അത് ശരി, ഇത് മേടിക്കുമ്പോ ചാക്ക് പിടിക്കാറ് ഒരു വാളയോ അതുകൊണ്ടാ ഒരു കുരുവാള ഇടാൻ പറ്റും. അല്ല അഭിമുഖിടാൻ പറ്റും. ഇങ്ങ് വാ പെടയ്ക്കുന്നു ഇങ്ങ് വാ. നല്ല ഇതൊന്നും തൂത്ത് കൊടുക്കണം. എന്നാ വേണ്ട എന്തുവാ വേണ്ട? ഓ അവിടെ നനയ്ക്കാനാ. അപ്പൊ 1 കിലോ 1 കിലോ എന്തോ നമ്മുടെ സഹോദരൻ ഒരു 2 കിലോയുടെ മുഷി ചുമന്ന് കേട്ടാ. ചുറ്റെടുക്കട്ടെ ഗുണ്ടാതൊക്കെ ഞാൻ കിറ്റ് വേണം, വേറൊരു കിറ്റ് വേണം. അണങ്ങി വന്നാ ഇപ്പം തീരുവേ. ഓടിവാ 20 200 രൂപ. ചെറുതല്ല അത് വാങ്ങാണ്. കിലോപ്പി 200 രൂപ. കിലോപ്പി ഉള്ളു. വരാലി വാരി ചെമ്പല്ലി സിലോപ്പി ഉള്ളു. കാരിയില് ഒരു കാര്യം ഒരു വരാല് 2 ചെമ്പല്ലി. പൊടിമീനുണ്ട്. 2 കാര്യമുണ്ട്. സിലോപ്പി സിലോപ്പി എടുക്കും. ഇല്ല അതൊന്ന് തൂക്കി വെച്ചും പറഞ്ഞു. വള്ളത്തിയുണ്ട്. അതെങ്ങടെ ഇതിൻ്റെ അകത്തിട്ടിട്. അത് 2 കിടപ്പുണ്ട്. നമ്മളെ തട്ട് തൂത്തുവാരിയിരിക്കുക കേട്ടാ. ഓച്ചറ തട്ട് തൂത്തുവാരി സെറ്റ് ചെയ്തോണ്ട് പോയിക്കോ. അപ്പാപ്പയാണ്ട മുഷിയായിട്ട് പോവാണ്. ഉള്ള മുഷി ഇനി എടുത്ത് ഞാൻ ശരി നമ്മുടെ കട്ടിയില്ല. നമ്മുടെ ഒരു 3 കിലോ കട്ടി വരെ ഉള്ളു. അപ്പം ചക്കരയ്ക്ക് വേണ്ടി അപ്പം നമ്മളെ ഇപ്പോഴും അച്ചായൻ്റെ കട തൂക്കാന്ന് വെച്ച് ഞങ്ങളിങ്ങോട്ട് ഇറങ്ങിയതാ. അച്ചായൻ അവിടെ ചെല്ലാൻ നേരത്ത് അച്ചായൻ വിചാരിക്കും ഇത്രയും അച്ചായന് കൊണ്ടുപോകുന്ന വിചാരിക്കുന്നതിൻ്റെ അല്ല. അച്ചായൻ ചിലപ്പം തൂക്കാൻ പറ്റത്തില്ലെന്ന് വേണം. മുഷി ഇതാണ് മുഷി.
ആ എടുത്തതാ. അവിടെ 13 കിലോ കൊട്ട കഴിച്ച് കേട്ടാ. 14,700 ഉണ്ട്. നമ്മൾ 13 കിലോ. നമ്മളെ ഇങ്ങോട്ട് പോയിക്ക. എൻ്റെ പുറകെ കിട്ടിയിരിക്കുന്നുണ്ട് അടുങ്ങി അടുങ്ങി. 4 കിലോ തൂളി. അതെ 4 കിലോ തൂളി, 3.5 കിലോ ചെറിയ സിലോപ്പി, 4 കിലോ വലിയ സിലോപ്പി. പിന്നെ നമ്മൾ ആ മുഷി അപ്പാ ഒരു കിറ്റ് എടുത്ത് ആ പള്ളത്തിൽ കൂടെ നമ്മളെ പള്ളത്തിൽ നമ്മൾ എന്നാ നമ്മുടെ സന്തോഷത്തിൻ്റെ പുറത്ത് ചക്കരയ്ക്ക് സന്തോഷം കാരണം ഈ വാക്കുകൾ ഇങ്ങോട്ട് വരില്ല. ചക്കരയ്ക്ക് നമ്മള് ഇല്ല ഒന്നുമില്ല, എല്ലാം ചക്കരയ്ക്ക് കൊടുത്തു. പെട്ടെന്ന് വീട്ടിൽ പോയല്ലോ. എല്ലാം ചക്കരയ്ക്ക് കൊടുത്തേക്ക്. ഇല്ല ഒന്നുമില്ല. ഉണക്ക കേക്ക് തിന്നാ ഉടനെ ഞങ്ങൾ വയറ് തീർക്കുക. അതെ ഗ്യാസ് കയറി. വാ നമ്മുടെ ഇത് മുട്ടിയെടുത്ത് നമ്മുടെ പാത്രത്തിലിട്ട് കേട്ടാ. പാത്രത്തിലിട്ട് അതൊരു നെറ്റിട്ട് നമ്മളിപ്പം കെട്ടുക. എന്നിട്ട് നമുക്കിത് ഇതെല്ലാം ഇതങ്ങോട്ട് വെച്ചേക്കാം അല്ലേ. 1 2 നമ്മൾ ഇത് പൊടിയാണ്, അത് മേടി വെക്കാം. കഴിഞ്ഞു, ഇവിടുത്തെ കഴിഞ്ഞു. സന്ദീപ് ബ്രോ എന്നാ പിടിച്ചേ. മുഷിയാ വലിയ വലിപ്പമുണ്ടല്ലോ. ഇന്നത്തെ മുഷിയാ പിടിച്ചേ. കിലോപ്പി ഒന്നുമില്ല. ചക്കര മേടിച്ചത് നമ്മുടെ തട്ടുവാരി ചക്കര. ഇപ്പൊ 5 വെച്ച്. സിലോപ്പിക്ക് ആളെയും കൂട്ടി വന്നിട്ട് അപ്പാപ്പി സിലോപ്പി ഞാൻ കൂട്ടി വന്നതാ. സിലോപ്പി സഹോദരനൊക്കെ ചോദിച്ചായിരുന്നു. നാളെ കിട്ടാൻ എടുത്തു നിനക്ക്. നാളെ സിലോപ്പി ഇവിടെ കാണും. ഇവിടെ ഞങ്ങളാ ഇല്ലെങ്കിൽ അവരാ ആരെങ്കിലും കാണും. നിങ്ങളെ ചേച്ചി വലിയ സിലോപ്പി മാറ്റി വന്നു. എത്ര 1 കിലോ മതി. 1 കിലോ സിലോപ്പി മാറ്റി വെച്ചു. ഇത് നമ്മുടെ ഈ ബക്കറ്റ് നല്ലപോലെ കാണിച്ച്. സിലോപ്പിയ വലിയ സിലോപ്പി തൂളി മുഴുവൻ അടിപൊളിയാണല്ലോ. മുഴുവൻ അടിപൊളിയാ. നിങ്ങളെന്താ പറയാ മുഷിയാ? ഞങ്ങള് മുഷി. നിങ്ങൾ തന്നെ പേരെന്തുവാ? റെയ്സ്. പിന്നെ സന്ദീപ് ബ്രോവിനെ എല്ലാവർക്കും അറിയാം. പിന്നെ ഇതിൽ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അപ്പൻ കുളപ്പള്ളി അപ്പൻ. അപ്പം അപ്പാപ്പയുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അപ്പാപ്പയെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അല്ലേ. ബൈ ബൈ. നാളെ ചെറുതായാലും വലുതായാലും ഓക്കെ. സത്യം പറഞ്ഞാൽ ഇന്ന് ചക്കര വന്നത് എന്തുകൊണ്ടും നമുക്ക് ഗുണമായി. എന്ന് വെച്ചാൽ മഴയൊക്കെ കാരണം വലിയ ബുദ്ധിമുട്ടായിരുന്നു. വണ്ടി ഒന്നും നിർത്തുന്നും പിടിക്കുന്നു ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മൾ മീനെല്ലാം വിറ്റ് തീർന്നപ്പോൾ നമ്മൾ അണ്ണനൊക്കെ മീനും ചോദിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ മീനെല്ലാം തീർന്നു. മഴയായതുകൊണ്ട് ഇപ്പം കണ്ട ഭയങ്കര മഴയാണ്. അപ്പം മഴ ഇങ്ങനെ നിൽക്കുന്ന കാരണം നമ്മൾ മീനുമായിട്ട് റോഡേ നിന്നെന്ന് പറഞ്ഞാൽ ശരി, വണ്ടിയൊന്നും ചവിട്ടത്തുമില്ല, വണ്ടിയൊന്നും ഇറങ്ങത്തുമില്ല. അപ്പം ചക്കര വന്നാൽ നമുക്ക് എന്തുകൊണ്ടും ഗുണമാണ്. ചക്കര ഇപ്പം നമ്മൾ മീനെല്ലാം മേടിച്ച് നമ്മളിത് തട്ടും പൊളിച്ച് തട്ടും കഴുകി അപ്പുറമായിട്ട്. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ നമുക്ക് കാണാം. ഓക്കെ.
അപ്പൊ ഇനി മുശി ഉള്ളപ്പോ വിളിക്കുക. അതല്ല